ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ധനുഷിനോടും സ്നേഹയോടും അച്ഛന് വാങ്ങിച്ച വിവാഹ വസ്ത്രം അത് അച്ഛന്റെ കയ്യിൽ കൊടുക്കാൻ നന്ദൻ അറിയിച്ചു. അത് കേട്ട ഉടനെ സ്നേഹ അത് കൊടുക്കുകയും അതോടൊപ്പം സ്നേഹ പറഞ്ഞു, എന്റെ വിവാഹമാണ്, തീർച്ചയായും വരണമെന്ന്. ആ വാക്കുകൾ കേട്ട് എല്ലാവരും ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഇത് കേട്ട അനഘ അർച്ചനയെ നോക്കി പറഞ്ഞു, ഓ എന്തൊരു കോമഡി അല്ലേ ഏട്ടത്തി, ഇങ്ങനെ ഒരു വളിച്ച കോമഡി എന്ന് പറഞ്ഞ് ഏഹ്, അനഘ തന്റെ ദേഷ്യം പ്രകടിപ്പിച്ചു. അതിനുശേഷം നന്ദനുള്ള ഡ്രസ്സ് എടുത്ത് ധനുഷ് നന്ദന് നൽകുകയും ഇത് സാറിനുള്ളതാണെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അവന്തിക്കുള്ള ഡ്രസ്സ് എടുത്ത് സ്നേഹ നൽകി. അതിനുശേഷം സ്നേഹ വേഗം അനഘയ്ക്കുള്ള ഡ്രസ്സുമായിട്ട് അനഘയുടെ അരികിലേക്ക് വന്ന് ഇത് അനഘയ്ക്കുള്ളതെന്ന് പറഞ്ഞ് അനഘയെ ഏൽപ്പിച്ചു. പിന്നീട് ധനുഷ് ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നത് ശശിക്കുള്ളതായിരുന്നു. ശശിയുടെ കയ്യിലേക്ക് അത് നീട്ടി ധനുഷ് പറഞ്ഞു, ഇത് ശശി സാറിനുള്ളതാണ് എന്ന് പറഞ്ഞ് സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഒട്ടും താല്പര്യമില്ലാതെ വളരെ ഗൗരവത്തോടെ തന്നെ സച്ചി അത് വാങ്ങിച്ചു. അതിനുശേഷം സ്നേഹ അർച്ചനയ്ക്കുള്ള ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഉടൻ തന്നെ അവന്തിയെ ചോദിച്ചു, അല്ല, അർച്ചനയ്ക്കുള്ള ഡ്രസ്സ് ഞാൻ കൊടുക്കാം, ഞാനല്ലേ അർച്ചനയ്ക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ സ്നേഹ പറഞ്ഞു, അല്ല, ആ ഡ്രസ്സ് എടുത്ത് ഞങ്ങളെ കാണിച്ചില്ലല്ലോ, അർച്ചന എടുത്തേക്കുള്ള ഡ്രസ്സ് ഞങ്ങൾ കൂടി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞതും അവന്തി പറഞ്ഞു, ഇത് നിങ്ങൾ ആരും ഇപ്പൊ കാണണ്ട, ഇത് വിവാഹത്തിനന്ന് അർച്ചന അണിയുമല്ലോ, അപ്പോൾ നിങ്ങളിത് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് എത്രയോ ഡ്രസ്സുകൾക്കിടയിൽ നിന്ന് ഞാൻ വളരെ കഷ്ടപ്പെട്ട് തപ്പിയെടുത്തതാണ് എന്ന് പറഞ്ഞ് അതുമായിട്ട് നേരെ അർച്ചനയുടെ അരികിലേക്ക് എത്തുകയും അവന്തിക അർച്ചനയ്ക്ക് നേരെ കവർ നീട്ടിയിട്ട് പറഞ്ഞു, ഇതാണ് അർച്ചനയ്ക്കുള്ള സമ്മാനം. അങ്ങനെ അർച്ചനയുടെ കയ്യിലേക്ക് ആ കവർ നൽകുന്നു. അർച്ചന അത് വാങ്ങിച്ച് ഒന്നും മിണ്ടാതെ അങ്ങ് നിൽക്കുമ്പോൾ സച്ചിയും അർച്ചനയും പരസ്പരം നോക്കി. എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഉടനെ നന്ദൻ പറഞ്ഞു, ഇനി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടച്ച, അത് നാളെ സ്നേഹയും ധനുഷും പോയി വാങ്ങിച്ചോളും എന്ന് നന്ദൻ അറിയിച്ചു. എല്ലാം കേട്ടങ്ങനെ ചിരിച്ചുകൊണ്ട് സ്നേഹയും നന്ദനും ധനുഷ് നിൽക്കുമ്പോഴാണ് സച്ചി ചോദിച്ചത്, സന്ദീപിനൊന്നും വാങ്ങിച്ചില്ലേ? അത് കേട്ട ഉടനെ എല്ലാവരും ആകെ അതിശയപ്പെട്ട് നിൽക്കുമ്പോൾ അവന്തി ചോദിച്ചു, അവൻ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് അവനെന്തിനാ വാങ്ങിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും സച്ചി ചോദിച്ചു, അതുകൊണ്ട് അവൻ ഇവിടെ ഇല്ലെന്ന് വെച്ച് അവൻ ഈ വീട്ടിൽ അംഗമല്ലാതായി മാറിയോ എന്നായി ധനുഷിനോടും മറ്റെല്ലാവരോടുമുള്ള സച്ചിയുടെ ചോദ്യം. അങ്ങനെയാണോ ഏട്ടത്തി ഉദ്ദേശിച്ചത്? അതാണോ ഇപ്പോ ഈ വീട്ടിലുള്ള തീരുമാനങ്ങൾ? ഈ വീട്ടിലില്ലെന്ന് വെച്ച് അവൻ ഈ വീട്ടിലെ അംഗമല്ലാതായി മാറിയോ, ഇവിടെ ആരും അല്ലാതായോ എന്ന് സച്ചി അന്വേഷിച്ചതും ഉടൻ തന്നെ സച്ചിയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും ആകെ വിഷമിച്ചു നിന്നതും സ്നേഹയെ നോക്കി സച്ചി ചോദിച്ചു, എങ്ങനെയോ എന്നോ നഷ്ടപ്പെട്ടു പോയ ഏട്ടൻ മടങ്ങി വന്നപ്പോ എന്നും കൂടെ ഉണ്ടായിരുന്ന ഏട്ടനെ നീ മറന്നുപോയല്ലേ മോളെ എന്ന് സ്നേഹയോട് ചോദിച്ചതും സ്നേഹം ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ നന്ദൻ പറഞ്ഞു, അവനെ ആരും മറന്നിട്ടല്ല സച്ചി, ഞാൻ അവനെ വിളിച്ചതാണ്, അവനോട് കാര്യങ്ങൾ ചോദിച്ചതുമാണ്, അപ്പോൾ അവനുള്ള ഡ്രസ്സ് എടുക്കണ്ട എന്നും അവൻ വിവാഹത്തിന് വരില്ല എന്നുമാണ് അവൻ പറഞ്ഞത് എന്ന് സച്ചിയോട് നന്ദൻ അറിയിച്ചു. അതുകൊണ്ടാണ് അവനുള്ള വസ്ത്രം വാങ്ങിക്കാതിരുന്ന പറഞ്ഞപ്പോൾ സച്ചി ചോദിച്ചു, എന്നാ പിന്നെ ഏട്ടൻ എനിക്ക് അർച്ചനയ്ക്കുമുള്ള ഡ്രസ്സ് എടുത്ത് എന്തിനാണ്, ഞങ്ങൾ വിവാഹത്തിന് വരുന്നുണ്ടെന്ന് ഏട്ടനോട് ആരാ പറഞ്ഞത് എന്ന് സച്ചി ചോദിച്ചു. എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ചങ്ങനെ നിൽക്കുമ്പോൾ സച്ചി പറഞ്ഞു, ഇവളുടെ വിവാഹ ദിവസം എനിക്ക് വേണ്ടത് ഓഫീസ് ഡ്രസ്സാണ്. എന്തായാലും അന്ന് എന്തായാലും അതിന് വിവാഹത്തിന് പങ്കെടുക്കുന്നതിന് എനിക്കായിട്ടാണല്ലോ നിങ്ങളിത് വാങ്ങിച്ചത്. ഓഫീസ് ഡ്രസ്സാണ് എനിക്ക് അന്നേ ദിവസം ആവശ്യമുള്ളത്. അത് ധാരാളമായിട്ട് എൻ്റെ കയ്യിലുണ്ട് താനും. അതുകൊണ്ട് തൽക്കാലം ഓഫീസിലേക്ക് ഷർട്ടും മുണ്ടും കൊടുത്തു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് സച്ചി ആ ഡ്രസ്സ് അവർക്ക് തന്നെ തിരികെ നൽകി ആ കവർ അവിടെ വെച്ചിട്ട് സച്ചി പോകുന്നു. ഇത് കണ്ടതോടെ എല്ലാവരും ആകെ ടെൻഷനിൽ നിൽക്കുമ്പോൾ ശശിയുടെ ആ പെരുമാറ്റം കണ്ട് ആകെ വിഷമിച്ച് നിൽക്കുന്ന എല്ലാവരും നോക്കി. ഉടനെ സേതുമാധവൻ നന്ദൻ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, സന്ദീപ് വരുന്നില്ലെന്ന് എന്താ അങ്ങ് പറയാൻ കാരണം, അവനെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചതും അവന്തിക പറഞ്ഞു, അത് പിന്നെ വാശി കൊണ്ട് തന്നെ, അല്ലാതെ തന്നെ അച്ഛാ, ഇപ്പോ ഈ വിവാഹത്തിന് ഇത്രയേറെ എതിർപ്പ് കാട്ടിയിട്ടും ഈ വിവാഹത്തിൽ പങ്കെടുക്കുകയില്ല എന്നുള്ള അവന്റെ വാശി, അത് തന്നെ അവന്റെ വാക്കുകൾ ആരും കേട്ടില്ല എന്നുള്ള വാശി, അതുകൊണ്ടാണ് എന്ന് അവന്തിക പറയുമ്പോൾ ഉടനെ തന്നെ സേതുമാധവൻ നന്ദനെ വിളിച്ചു, നന്ദ, സന്ദീപ് തീർച്ചയായിട്ടും ഈ വിവാഹത്തിൽ പങ്കെടുത്തിരിക്കണം, അവനിവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ശശിയും അർച്ചനയും ഈ വിവാഹത്തിൽ ഉണ്ടായിരിക്കണം. ഞാൻ എല്ലാവരോടും നേരിട്ട് ഇക്കാര്യം സംസാരിക്കാത്തത് അത് നന്ദൻ പറയുമെന്ന് വിചാരിച്ചാണ്. നന്ദൻ ഇക്കാര്യം എത്രയും വേഗം സന്ദീപിനെ അറിയിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞതും ശരിയാച്ചായെന്ന് നന്ദൻ സമ്മതിച്ചു. എനിക്ക് ഒരു കാര്യം എല്ലാവരോടും പറയാനുള്ളൂ, ഈ വിവാഹത്തിൽ ഈ കുടുംബത്തുള്ള എല്ലാവരും പങ്കെടുത്തിരിക്കണമെന്ന് പറയുമ്പോൾ ആകെ വിഷമത്തോടെ അർച്ചന നിന്നു. അപ്പോഴാണ് അനഘയും സ്നേഹയും ഒക്കെ അവരവർക്കുള്ള ഡ്രസ്സുമായിട്ട് ഓരോരുത്തരും അവരവരുടെ റൂമിലേക്ക് പോയി. അവസാനം അർച്ചനയും അവന്തികയും ധനുഷും മാത്രം അവിടെ തനിച്ചായി. ആ നിമിഷം അർച്ചനയുടെ അരികിലേക്ക് എത്തിയിട്ട് അവന്തിക പറഞ്ഞു, ആ കളവൻ പറഞ്ഞിട്ട് പോയ പോലെ, ആ മനുഷ്യൻ പറഞ്ഞിട്ട് പോയ ആളുകൾ ആരും
ഈ വിവാഹത്തിൽ പങ്കെടുക്കണ്ട എന്നാണ് എന്റെയും ഇവന്റെയും ആഗ്രഹം. അത് കേട്ട ഉടനെ അർച്ചന പറഞ്ഞു, അറിയാം, നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നന്നായിട്ട് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഇനി അഥവാ പങ്കെടുക്കുകയാണെങ്കിൽ ഈ വിവാഹം തീർച്ചയായിട്ടും മുടങ്ങുകയും ചെയ്യും. ഇനി ഈ വിവാഹം മുടക്കാനായിട്ട് പങ്കെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനമെന്നും അർച്ചന പറഞ്ഞു. അഥവാ ഞങ്ങൾ പങ്കെടുത്താൽ ഇത് മുടക്കിയിരിക്കും, തീർച്ച. എന്തായാലും ഇത് മുടങ്ങാതിരിക്കാൻ രണ്ടുപേരും ആവുന്നത്ര ശ്രമിച്ചോളൂ എന്ന് പറഞ്ഞ് അർച്ചന അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ അവധിയെ പറഞ്ഞു, അർച്ചന, നീ അവിടെ നിന്നേ. നിന്റെ കയ്യിലിരിക്കുന്ന ആ കവറ് നീ തുറന്നു പോലും നോക്കിയില്ലല്ലോ. അതിലുള്ള ഡ്രസ്സ് ഏതാണെന്ന് നീ ഒന്ന് തുറന്നു നോക്കിയില്ലല്ലോ. അതൊന്ന് നോക്കിക്കേ. നിനക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് ഞാൻ സെലക്ട് ചെയ്തതല്ലേ. അതൊന്ന് നോക്കിയിട്ട് പോ അർച്ചന എന്ന് പറഞ്ഞപ്പോ അവന്തികയുടെ വാക്കുകൾ കേട്ട് അർച്ചന, അവന്തികയുടെ അത്രയും വലിയൊരു ആഗ്രഹമായതുകൊണ്ട് എന്തെങ്കിലും പണി തനിക്ക് വരുന്നതെന്ന് മനസ്സിലാക്കിയ അർച്ചന ആ കവർ തുറന്ന് അതിലുള്ള ഡ്രസ്സ് എന്താണെന്ന് അർച്ചന ആ ബോക്സ് തുറന്നു നോക്കി. അപ്പോഴേക്കും അതിൽ കണ്ട ആ വെള്ള സാരി കണ്ട് അർച്ചന ദേഷ്യത്തോടെ അവന്തികയെ നോക്കിയത്. അവന്തിക പറഞ്ഞു, അതെ, ഞാൻ വളരെ കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തതാ നിനക്ക് ഈ ഡ്രസ്സ്. കാരണം ഇപ്പോ നീ പറഞ്ഞതുപോലെ നിന്റെ തീരുമാനപ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ, നിന്റെ ആഗ്രഹം പോലെ കാര്യങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിനക്കിത് ധരിക്കേണ്ടി വരും. കാരണം നീ പറഞ്ഞത് ഈ വിവാഹം മുടക്കുമെന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ വിവാഹം ഏതെങ്കിലും കാരണവശാൽ മുടങ്ങേണ്ടി വന്നാൽ നിന്റെ ഭർത്താവിനെ ഇവൻ കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അർച്ചനയോട് അവന്തിക അറിയിച്ചു. അവന്തികയെ ധനുഷും അർച്ചനയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ അർച്ചനയുടെ നേരെയുള്ള അവന്തികയുടെ വെല്ലുവിളി എന്നോണം ഈ വിവാഹം മുടക്കിയാൽ അത് അർച്ചനയുടെ വിവാഹവും അർച്ചനയുടെ സിന്ദൂരം മായ്ക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നടത്തുന്നതെന്നും നിന്റെ സച്ചിയേട്ടന്റെ ജീവൻ ആപത്തിലാണെന്നും അകാലത്തിൽ പൊരിഞ്ഞുപോയ സച്ചിദാനന്ദന്റെ വിധവ എന്നുള്ള പട്ടവും പേറി നീ ഈ സാരി ധരിച്ച് നടക്കേണ്ടി വരുമെന്ന് അവന്തിക പറയുമ്പോൾ അതെല്ലാം കേട്ട് കലിയോടെ അർച്ചന നോക്കി. അവന്തിക തന്റെ കവറും എടുത്ത് ചിരിച്ചുകൊണ്ട് തന്റെ റൂമിലേക്ക് പോകുമ്പോൾ അർച്ചനയെ വീണ്ടും വീഴ്ത്താൻ പറ്റിയതിന്റെ സന്തോഷത്തിൽ ധനുഷും അഹങ്കാരത്തോടെ തലയുയർത്തി അവിടെ നിന്ന് മടങ്ങുന്നു. പിന്നീട് കാണുന്നത് അനൂപേട്ടന് കാലനക്കാനായി ശ്രമിക്കുന്നത് അതിനിടയിൽ വേദന അനുഭവപ്പെടുന്നതുകൊണ്ട് നിലവിളിക്കുന്ന അനൂപിന്റെ അരികിലേക്ക് മീരയെത്തി. എന്താ അനൂപേട്ടായി കാണിക്കുന്നത്? കാലനക്കല്ലെന്നല്ലേ പറഞ്ഞിട്ടുള്ളതെന്ന് വളരെ സ്നേഹത്തോടെ മീര അനൂപിനെ ശാസിച്ചു. അത് കേട്ട് അനൂപ് അങ്ങനെ കിടക്കുമ്പോഴാണ് അവിടേക്ക് ധനുഷ് എത്തിയത്. അനൂപ് ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ധനുഷ് വന്ന് അന്വേഷിച്ചു. നല്ല വേദനയുണ്ട് എന്ന് അനൂപ് മറുപടി നൽകി. അപ്പോഴേക്കും ധനുഷ് ചോദിച്ചു, അല്ല, ആ ആക്സിഡന്റ് സംഭവിച്ച ആ വണ്ടി ഏതാന്ന് വല്ലതും നിങ്ങൾക്കറിയുമോ? അതെങ്ങനെയാ ഉണ്ടായതെന്ന് എന്തെങ്കിലും ഊഹമുണ്ടോ? എന്തെങ്കിലും പരാതിയുണ്ടോ നിങ്ങൾക്ക്? ഇത് ഈ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം മറ്റോ ഉണ്ടോ? ഇനി ആരെങ്കിലും നിങ്ങൾ അപായപ്പെടുത്താൻ മറ്റോ തുനിഞ്ഞിറങ്ങിയതാണോ? ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ധനുഷ് അനൂപിനോട് ചോദിച്ചു. അനൂപ് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല, പക്ഷേ ഹോസ്പിറ്റലുകാർ പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന്റെ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് മീര പറഞ്ഞു. ഉടനെ തന്നെ ധനുഷ് ചോദിച്ചു, അല്ല, ഈ വണ്ടി ഏതാന്നോ നമ്പർ ഏതാന്നോ വല്ലോ നിങ്ങൾക്ക് വല്ല ഓർമ്മയുമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അനൂപ് പറഞ്ഞു, അതൊന്നും ഓർക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല, അത് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് അനൂപ് അറിയിച്ചു. പിന്നെ ഞങ്ങൾക്ക് ചില സംശയങ്ങൾ തോന്നി. കുറെ നേരം ഞങ്ങളെ ഫോളോ ചെയ്ത വണ്ടി വന്നതുകൊണ്ട് അത്തരം സംശയങ്ങളാണ് ഞങ്ങൾ പോലീസിനോടും പറഞ്ഞത് എന്ന് അനൂപ് അറിയിച്ചു. അത് കേട്ടതും ധനുഷ് ചോദിച്ചു, അല്ല, പോലീസ് എന്നിട്ട് എന്താ പറഞ്ഞത്? അന്വേഷണം തുടർന്ന് പോകുന്നുണ്ടോ? അന്വേഷണം നല്ല രീതിയിലാണോ മുന്നോട്ട് നീങ്ങുന്നത് എന്ന രീതിയിൽ ധനുഷ് സംശയങ്ങൾ ചോദിക്കുമ്പോൾ മീരടുത്തി പറഞ്ഞു, കൃത്യമായിട്ട് ഇതിന്റെ പിന്നിലുള്ള ആളുകളെ കണ്ടെത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ACP മേഡം അത്ര നിസ്സാരക്കാരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മേഡം തീർച്ചയായിട്ടും ഇതിന്റെ കുറ്റക്കാരെ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് അവന്തികയുടെയും ധനുഷിന്റെയും ബന്ധം അറിയാവുന്നത് കൊണ്ട് മീരടുത്തിയെ മറുപടി നൽകിയത് കേട്ട് ധനുഷ് വല്ലാതെയാവുന്നു. ഇത് കണ്ടത് മീരടുത്തി ചോദിച്ചു, അല്ല, ധനുഷ് വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ഫാൻ്റെ സ്പീഡ് കൂട്ടണോ എന്ന് ചോദിച്ചിട്ടും ധനുഷ് പറഞ്ഞു, വേണ്ട, ഇനി കുറച്ചു ദിവസം കൂടി ഉള്ളൂ എന്റെയും സ്നേഹയുടെയും വിവാഹത്തിന്. മാത്രമല്ല ഈ വിവാഹം ഇപ്പോൾ നടത്തണോ എന്ന് ഞാൻ സേതു സാറിനോടും നന്ദ സാറിനോടും ചോദിച്ചതാണ്. എല്ലാവരും ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് അപ്പോൾ അവർക്ക് ഈ മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്തണമെന്ന നിർബന്ധവുമാണ് എന്ന് ധനുഷ് അറിയിച്ചു. അത് കേട്ടതും മീരടുത്തി പറഞ്ഞു, ഞങ്ങളുടെ ശത്രുക്കള് ഇപ്പോ ആരാണെന്ന് ഞങ്ങൾക്ക് ഏകദേശമൊക്കെ ബോധ്യമായിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ ശത്രുക്കൾ തന്നെയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടും ധനുഷ് ചോദിച്ചു, അതിന് നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ എന്ന് അതിശയത്തോടെയുള്ള ചോദ്യം കേട്ട് മീരടുത്തി പറഞ്ഞു, ശത്രുക്കളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ബന്ധുക്കളെ തന്നെയാണ്. ബന്ധുക്കളായി അഭിനയിക്കുന്ന ശത്രുക്കളുണ്ടല്ലോ, അവരെ കുറിച്ച് ഞാൻ പറഞ്ഞത് എന്ന് മീരടുത്തി മറുപടി നൽകി. ധനുഷ് അപ്പോഴും ആകെ തല ഉരിച്ചങ്ങനെ നിൽക്കുന്നത് കണ്ടതോടെ
ധനുഷിനോട് മീരെടുത്തി പറഞ്ഞു. അപ്പോൾ ധനുഷിങ്ങി പോവാണല്ലേ എന്നുള്ള രീതിയിൽ ധനുഷിനെ നോക്കുമ്പോൾ ധനുഷ് രണ്ടുപേരോടും യാത്ര പറഞ്ഞു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, ഇടയ്ക്ക് വരാം. അന്ന് ആക്സിഡന്റ് നടന്ന ദിവസം അനൂപിനെ കാണാനായി ഞാൻ എത്തിയിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ എത്ര ദിവസം കിടക്കേണ്ടി വരും എന്ന് ചോദിച്ചതും അനൂപ് പറഞ്ഞു, അധികമൊന്നും ഡോക്ടർ പറഞ്ഞില്ല, എന്തായാലും കുറച്ചൊക്കെ ദിവസം കിടക്കേണ്ടി വരുമെന്ന് അനൂപ് മറുപടി നൽകിയതും എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ധനുഷ് അവിടെ നിന്ന് മടങ്ങി. ധനുഷ് പോയി കഴിയുമ്പോഴേക്കും മീരയെടുത്തിയും അനൂപും ഒന്ന് പരസ്പരം നോക്കുന്നു. അതിനുശേഷം അർച്ചനയെ പറഞ്ഞതുപോലെ ആ അപകടം നടന്ന സ്ഥലത്തുള്ള CCTV ഫോട്ടേജും അതോടൊപ്പം ആ കടയെ ഉടമയുമായി സംസാരിക്കുന്നതിന് വേണ്ടിയും പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ആ ചായക്കടയ്ക്കരികിലേക്ക് എത്തി. അവിടുത്തെ ചായക്കടക്കാരനെ വിളിച്ച് രാജമല്ലിക ചോദ്യങ്ങൾ ചോദിച്ചു. ഇവിടെ ആക്സിഡന്റ് നടന്ന ദിവസം നിങ്ങൾ ആ ആക്സിഡന്റ് നേരിൽ കണ്ടിരുന്നോ? എന്താണ് ഇവിടെ സംഭവിച്ചത്? അന്ന് അപരിചിതരായ പതിവല്ലാത്ത ആളുകൾ ആരെങ്കിലും ഇവിടെ ഈ ചായക്കടയിൽ ചായ കുടിക്കാനായി വന്നിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടതും അയാൾ പറഞ്ഞു, ഇല്ല മാഡം, അന്ന് സാധാരണ വരുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്, പുതിയതായിട്ട് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അന്ന് ആക്സിഡന്റ് നടന്നത് എങ്ങനെയായിരുന്നു? അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഒന്ന് വിശദീകരിക്കാവോ എന്ന് ചോദിച്ചതും നടന്ന സംഭവങ്ങൾ വിശദമായി ആ ചായക്കടക്കാരൻ ACPയെ അറിയിച്ചു. എന്നാൽ അടുത്ത ദിവസം നാളെ രാവിലെ തന്നെ 10 മണിക്ക് സ്ഥലം സ്റ്റേഷനിൽ കൃത്യമായി തന്നെ എത്തിയിരിക്കണമെന്നും അന്നിവിടെ ആ സമയത്ത് ചായ കുടിച്ചുകൊണ്ടിരുന്ന ആളുകൾ എല്ലാവരും ഉണ്ടാകണം, നിങ്ങളും കൂടെ വന്നിരിക്കണമെന്ന് പറഞ്ഞതും ശരി മാഡം, വരാമെന്ന് ആ ചായക്കടക്കാരൻ മറുപടി നൽകി. അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന നേരത്ത് ACP അപ്പുറത്ത് കണ്ട ആ CCTV ക്യാമറ കാണാനിടയായി. ഉടനെ തന്നെ കോൺസ്റ്റബിൾമാരോട് തൻ്റെ കൂടെ വരാൻ പറഞ്ഞുകൊണ്ട് ACP വേഗം ആ വീട്ടിലേക്ക് പോകുന്നു. വീടിനരികിലേക്ക് എത്തിയ ACP അവിടുത്തെ വീട്ടുടമസ്ഥയെ കോളിംഗ് ബെല്ലടിച്ചതും അവരെ പുറത്തേക്ക് ഇറങ്ങി വന്ന ഉടനെ അവരെ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ACPയുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകുന്നതോടൊപ്പം ഈ CCTV ഫോട്ടേജിലുള്ള അന്നത്തെ ദിവസത്തെ വിഷ്വൽസ് ഞങ്ങൾക്കൊന്ന് വേണം. 23-ാം തീയതി നടന്ന അപകടവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയാണ്. അതിന് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമാണ്. ഇവിടുത്തെ ഈ പുറത്തിരിക്കുന്ന ഈ CCTV ക്യാമറയുടെ വിഷ്വൽസ് മാത്രം മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞതും ഉടനെ അത് ശരി ചെയ്യാം മാഡം എന്ന് പറഞ്ഞ് അവരുടെ മകൻ ബ്രഹ്മനെ അകത്തേക്ക് നോക്കി വിളിച്ചു. അയാൾ വന്നത് കഴിഞ്ഞ ദിവസത്തെ അപകടം ഇവിടെ സംഭവിച്ചില്ലേ, അതിൻ്റെ DVR എവിടെ ഇരിക്കുന്നത്, ഞങ്ങൾക്ക് അതൊന്ന് എടുക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞതും ഈ കോൺസ്റ്റബിൾ കൂടെ വരും, ഇയാൾക്ക് അതെടുത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞതും ഉടനെ ആ വീട്ടുടമസ്ഥ പറഞ്ഞു, അയ്യോ മാഡം, അതിന് കുറച്ചു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആള് വന്ന് അത് എടുത്തുകൊണ്ട് പോയല്ലോ എന്ന് ചോദിച്ചപ്പം ആര് വന്ന് കൊണ്ടുപോയി എന്ന് ACP ആശങ്കയോടെ ചോദിച്ചു. ACPയും സംഘവും എത്തുന്നതിന് കുറച്ചു മുൻപ് ആ വീട്ടുടമസ്ഥയുടെ അരികിലെത്തി അർച്ചന ആ CCTV ക്യാമറയിലെ പതിഞ്ഞ വിഷ്വൽസ് വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് കേട്ട ഉടനെ അവർ അർച്ചനയോട് ദേഷ്യപ്പെട്ടു. കുട്ടിയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ, എന്നിട്ട് മനസ്സിലായില്ലെങ്കിലേ കുട്ടി കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുക എന്ന് അവർ പറഞ്ഞത് കേട്ട് അർച്ചന പറഞ്ഞു, ഞാൻ കേസ് കൊടുത്തിട്ടാ വന്നത്. സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുത്തപ്പോൾ അവരാണ് പറഞ്ഞത് ഇവിടെയുള്ള ഈ CCTV വിഷ്വൽസ് കൂടി കൊണ്ടുചെല്ലാൻ, അതുകൊണ്ട് അതെടുക്കാൻ വേണ്ടി ഞാൻ വന്നതാ. ഇനിയിപ്പോൾ നിങ്ങൾക്കത് തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ ചെന്ന് പോലീസുകാരെയും കൂട്ടിക്കൊണ്ട് വരാം, അത് മതിയല്ലോ അല്ലേ എന്ന് ചോദിച്ചതുകൊണ്ട് അർച്ചന പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ആ സ്ത്രീ പിന്നിൽ നിന്ന് വിളിച്ചു, മോളെ ഒരു മിനിറ്റ്, മോനെ ദത്ത എന്ന് വിളിച്ച് ബ്രഹ്മനെ ഉടനെ തന്നെ അരികിലേക്ക് വിളിപ്പിച്ചു. അയാൾ ഇറങ്ങി വന്നതും മോനെ ദാ ഈ കൊച്ചു ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ മോൻ എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന അപകടമുണ്ടായ ആ വിഷ്വൽസ് ആണ് എനിക്ക് വേണ്ടത്, അത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനാണ് എന്ന് പറഞ്ഞതും എന്നാൽ ചേച്ചി ഇവിടെ നിൽക്കുക, ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു ഉടനെ തൻ്റെ ഫോണിലേക്ക് ആ വിഷ്വൽസ് പകർത്തിയെടുത്തിട്ട് അത് അർച്ചനയ്ക്ക് കൈമാറാകം എന്ന് പറഞ്ഞുകൊണ്ട് പയ്യൻ വേഗം അകത്തേക്ക് കയറി പോകുന്നു. ഈ സമയത്ത് അർച്ചന ആ സ്ത്രീയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ, എനിക്ക് എൻ്റെ വീട്ടിലുണ്ടായതുപോലെയുള്ള ഒരു അപകടം നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചാലേ നിങ്ങൾക്ക് ഉണ്ടായാൽ മാത്രമേ ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്നും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയൂ എന്ന് അർച്ചന ആ സ്ത്രീയോട് പറയുന്നു.